ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ സെക്കൻഡ് ലെസണാണ് ഐ വിൽ ഫ്ലൈ. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വർക്കാണ് ഐ വിൽ ഫ്ലൈ. ഇതിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നത് നമ്മൾ ഓരോരുത്തരും വിജയത്തിൻ്റെ പാതയിലേക്ക് എത്തിച്ചേരണം, ഒപ്പം തന്നെ നമ്മളായിരിക്കണം. നമ്മൾ മറ്റുള്ളവരായി തീരരുത്, അതുപോലെ ആവാനും നോക്കണ്ട. എങ്ങനെയാണ് നമ്മളായി തന്നെ സക്സസ്സിലേക്ക് എത്തുക? നമ്മൾക്ക് നേരത്തെ അറിയാം, അബ്ദുൽ കലാം സാറിന് ഏറ്റവും ഇഷ്ടം യൂത്തിനെയാണ്. അതുകൊണ്ട് യൂത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോവേബിലൂടെ സാർ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ബെഞ്ചേഴ്സിനെ കുറിച്ച്, ഡ്രീമിനെ കുറിച്ച്, അല്ലേ, കണ്ണ് തുറന്ന് സ്വപ്നം കാണണം, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കരുത്, സ്വപ്നത്തിന് വേണ്ടി പ്രയത്നിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നും ഓർക്കുന്ന യൂത്ത്, എന്നും ഓർക്കുകയും ചെയ്യുന്ന യൂത്താണ് ഉണ്ടാവുക. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള പ്രസിഡൻറ്റുമാണ്, ഒപ്പം തന്നെ സയൻറ്റിസ്റ്റുമാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പോൾ അബ്ദുൽ കലാം സാറ് പോയിട്ടുള്ള ശാസ്ത്രയാൻ എന്നുള്ള ഒരു ഇനോഗ്രേഷൻ പ്രോഗ്രാമിനുള്ള നടന്നിട്ടുള്ള സ്പീച്ചാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്കറിയാം, അബ്ദുൽ കലാം സാറിൻ്റെ കോട്ടെല്ലാം നമുക്ക് ഇൻസ്പിറേഷനാണ് അറിയുള്ളൂ, പക്ഷെ നമുക്ക് എത്ര ക്യാച്ചിങ് ആണെന്നുള്ളത്. വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ മേക്സ് നോ ഡിഫറൻസ് ഹൂ ഐ ആം, എനിത്തിങ് മൈ ഹാർട്ട് ഡിസയേഴ്സ് വിൽ കം ടു മീ. വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ, ഞാനൊരു സ്റ്റാറിനെ വിഷ് ചെയ്യണം വയ്ക്കുക, ആഗ്രഹിക്കണം വയ്ക്കുക. മേക്സ് നോ ഡിഫറൻസ് ഹൂ ഐ ആം, ഞാൻ ആരോ ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ ഹൃദയം അത്യധികം ആവശ്യപ്പെട്ടു എങ്കിൽ എനിക്കത് നേടിയെടുക്കാൻ പറ്റും. അതായത് ഞാൻ ചെറുതോ വലുതോ കഴിവുള്ളതോ കഴിവില്ലാത്തതോ അല്ല, എൻ്റെ ആഗ്രഹം എന്നെ അതിനെ ചെയ്യിപ്പിക്കും. എൻ്റെ ആഗ്രഹം അതിനെ നേടിയെടുക്കാൻ വിൽ പവർ എനിക്ക് കൊണ്ടുതരുന്ന തന്നെ പറയാൻ പറ്റും. വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ ഇറ്റ് മേക്സ് നോ ഡിഫറൻസ് ഹൂ ഐ ആം, എനിത്തിങ് മൈ ഹാർട്ട് ഡിസയേഴ്സ്, എന്ത് തന്നെ എൻ്റെ ഹൃദയം ആവശ്യപ്പെട്ടോട്ടെ, ഞാനത് നേടിയെടുക്കും എന്നാണ് പറയണം. നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നാണ് അബ്ദുൽ കലാമിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ അബ്ദുൽ കലാം പറയണു, ഐ വിൽ ഫ്ലൈ. മക്കളെ, വിൽ ഫ്ലൈ എന്നാണ്, ഉറപ്പാണ്. ഞാൻ ഉറപ്പായിട്ടും പറന്നിരിക്കും. ഐ ക്യാൻ ഫ്ലൈ, ഐ മേ ഫ്ലൈ അല്ല, ഐ വിൽ ഫ്ലൈ, ഞാൻ പറന്നിരിക്കും. എന്താണ് വിൽ ഫ്ലൈ? പറക്കുക എന്നുള്ളത് എന്താ അവിടെ മീൻ ചെയ്യാൻ നോക്കട്ടെ. അബ്ദുൽ കലാം ഒരു ശാസ്ത്രയാൻ എന്നുള്ളൊരു ഗെറ്റ് ടുഗദറിൽ പോയിരിക്കുകയാണ്. അവിടെ ഇനോഗ്രേഷൻ പ്രോഗ്രാമാണ് നടക്കുന്നത്. അവിടെ കുറേ ആൾക്കാർ, കുട്ടികൾ, പാരൻസ് എല്ലാവരും ഉണ്ട്. സ്റ്റേജിൽ കുറേ വ്യക്തികളുണ്ട്. അങ്ങനെ ഉദ്ഘാടന ചടങ്ങുകളുടെ ഇടയിൽ ഓഡിയൻസായിട്ട് ഇരിക്കുന്നത് കുറേ യുവാക്കളാണ്. നിങ്ങളെപ്പോലെ ഭാവിയിൽ ഡോക്ടർ, എൻജിനീയറൊക്കെ ആവാൻ താല്പര്യപ്പെടുന്ന യുവാക്കളാണ്. അബ്ദുൽ കലാം എങ്ങനെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം നോക്കൂ. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, അബ്ദുൽ കലാം യുവാക്കളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ്. I realize how the contributions of youth in the past have continuously contributed to the world of today in many fields. യുവാക്കളുടെ ഭാഗം തന്നെയാണ് എന്ത്? I realize how the contributions of the youth in the past have continuously contributed to the world of today in many fields. പണ്ടത്തെ യുവാക്കളുടെ കോൺട്രിബ്യൂഷനാണ് ഇപ്പോഴത്തെ വേൾഡിൻ്റെ പുരോഗതി. അതായത് യുവാക്കളുടെ പങ്ക് വലുതായിട്ട് തന്നെ ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. ഐ വുഡ് ലൈക്ക് ടു അസേർട്ട് ദാറ്റ് നോ യൂത്ത് ടുഡേ നീഡ്സ് ടു ഫിയർ അബൌട്ട് ഫ്യൂച്ചർ. മുമ്പിലിരിക്കുന്ന യുവാക്കളോട് പറയണു, നിങ്ങൾ ആരും നിങ്ങളുടെ ഭാവിയെപ്പറ്റി ആകുലരാവേണ്ടതില്ല. എന്തെന്നാൽ ദി ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദി യൂത്ത് ഇസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓഫ് ദി എർത്ത്, അണ്ടർ ദി എർത്ത് ആൻഡ് അബവ് ദി എർത്ത്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും എന്നാണ് അബ്ദുൽ കലാം പറയുന്നത്. അതായത് ഈ യുവാക്കളുടെ മൈൻഡ് ഭൂമിക്ക് മുകളിലായിക്കോട്ടെ, ഭൂമിയിലായിക്കോട്ടെ, ഭൂമിക്ക് ഗർത്തങ്ങളിലായിക്കോട്ടെ, എല്ലാവിടെയും അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റും. എങ്ങനെയാണ്? ഓരോരോ ഫീൽഡിലും, അതായത് അണ്ടർ ദി ഗ്രൗണ്ട്, അബവ് ദി ഗ്രൗണ്ട്, ആകാശം, അതായത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, അല്ലേ, ആസ്ട്രോണമി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആകാശ റിലേറ്റഡ് ആയിട്ടുള്ളത്. അണ്ടർ ദി എർത്തോ മൈനിങ്, അല്ലേ, ഡ്രഡ്ജിങ്, അങ്ങനെ പോടും ഓരോ ഫീൽഡ്. എല്ലാവിടെയും യുവാക്കൾക്ക് ജോലിയുടെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭാവിയെപ്പറ്റി ആകുലരാകേണ്ടതില്ല. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് യു ഓൺ ദ ടോപ്പിക് ഐ ആം ബോൺ വിത്ത് വിങ്സ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിറകുകളുണ്ട്. എന്താ ഈ ചിറകുകൾ? നിങ്ങളുടെ കഴിവുകൾ അതുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കണം എന്നാണ് അബ്ദുൽ കലാം പറയണം. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്, അബ്ദുൽ കലാം ശാസ്ത്രയാൻ എന്നുള്ളൊരു പ്രോഗ്രാമിൽ, ഇനോഗ്രേഷൻ പ്രോഗ്രാം
ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്, ഈ രണ്ട് വേർഡ് മക്കൾ ഓർക്കണം. ശാസ്ത്രയാൻ എന്നുള്ളതിൽ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ് എന്നുള്ള ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ അബ്ദുൽ കലാം അവിടെ പോവുകയാണ്. ഈ മിഷൻ വെച്ചിട്ട് എൻഷുർ ദ പ്രിപ്പറേഷൻ ഓഫ് അബൌട്ട് 2000 സ്റ്റുഡൻസ് ഓഫ് ഡിഫറെൻറ്റ് സ്കൂൾസ്, വിവിധ സ്കൂളിൽ നിന്നും 2000 കുട്ടികൾ അവിടെ വന്നിരിപ്പുണ്ട്. അവർ കുറേ ആൾക്കാർ എന്താവണം, മേക്ക് ദം എലിജിബിൾ ടു ബി എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ഡോക്ടേഴ്സ്, ക്വാളിഫൈഡ് മാനേജേഴ്സ്, സിവിൽ സർവൻസ്, അങ്ങനെ എല്ലാ ഫീൽഡിലും കഴിവ് തെളിയിക്കാനായിട്ട് തികഞ്ഞു നിൽക്കുന്ന കുട്ടികളാണ് മുന്നിലിരിക്കുന്നത്. അവർ വേണ്ടിയിട്ട് സയൻസിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആ ശാസ്ത്രയാൻ എന്നുള്ള പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് നമ്മുടെ APJ സാറ് സംസാരിച്ചത്. അവിടെ ആരായിരുന്നു കാണികളായിട്ടുള്ളത്? The mission of Shastrayan was to ensure the preparation of about 2000 students from different schools. 2000 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അവിടെ വിവിധ സ്കൂളുകളിൽ നിന്നും. ഇവർ ഓരോരുത്തരും ആരാണ് ഭാവിയിൽ? എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ഡോക്ടേഴ്സ്, ക്വാളിഫൈഡ് മാനേജേഴ്സ്, സിവിൽ സർവൻസ് ഒക്കെയാണ്. അവർ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം വന്നു എന്ന് കാണുമ്പോൾ ഈ വന്നിട്ടുള്ള 2000 കുട്ടികൾ, വിവിധ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യണു? My inaugural address to a mixed audience consisting of 5,000 students and their family members. അപ്പോൾ 2000 സ്റ്റുഡൻസ് വിവിധ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് കൂടാണ്ട് അവിടെ കാണുന്ന ഫാമിലി, തൗസൻഡ്സ് ഓഫ് വില്ലേജസ് ഓഫ് ഫാമിലി, ഞാൻ ഇവർ ഓരോരുത്തരും എംപവർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ കാണുന്ന 2000 കുട്ടികളെ സയൻറ്റിസ്റ്റായിട്ടും ഡോക്ടറായിട്ടൊക്കെ എംപവർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഫാമിലി, ഓരോ വില്ലേജാണ്, വില്ലേജിലത്തെ ഓരോ ഫാമിലിയാണ് എംപവർ ആവണം അല്ലേ, പുരോഗതി നേടുന്നത്. മൈ ഇനോഗ്രൽ അഡ്രസ് ടു എ മിക്സ്ഡ് ഓഡിയൻസ്, അവിടെ കാണുന്ന മിക്സ്ഡ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. എല്ലാവരും ജോലിയുള്ള ആൾക്കാരില്ല. ആരൊക്കെ ഉണ്ടായിരുന്നു? കൺസിസ്റ്റിംഗ് ഓഫ് 5000 സ്റ്റുഡൻസ്. കുറച്ച് ആൾക്കാർ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ് ആണ് 2000 പാനലെങ്കിൽ ബാക്കിയുള്ള കുട്ടികളുണ്ടായിരുന്നു 5000 സ്റ്റുഡൻസിൻ്റെ ഇടയിൽ. ആൻഡ് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഓൺ ദ ടോപ്പിക് സയൻസ് എംപവേഴ്സ് ദ നേഷൻ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ടോപ്പിക് ഏതാണ്? സയൻസ് എംപവർ നേഷൻ. ശാസ്ത്രം രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നുള്ള കാര്യമാണ്. ആഫ്റ്റർ മൈ അഡ്രസ്, ഞാൻ എല്ലാവരും ഗ്രീറ്റൊക്കെ ചെയ്തു അല്ലേ, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്പീച്ചിൽ ഗ്രീറ്റൊക്കെ ചെയ്തിരുന്ന ശേഷം ഇനി ക്വസ്റ്റ്യൻ കൊടുക്കേണ്ട സമയം, ക്വസ്റ്റ്യൻ ചോദിക്കും കുട്ടികൾ, അബ്ദുൽ കലാം സർ ആൻസർ പറയും. അങ്ങനെ നോക്കിയപ്പോൾ 100 കണക്കിന് കൈകളാണ് ഉയർന്നത്. എനിക്ക് ചാൻസ് തരൂ, എനിക്ക് ചാൻസ് തരൂ, എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ സാറിന് സമയമില്ലാത്തതുകൊണ്ട് 12 കുട്ടികൾ അവിടെ നിന്നും ഇവിടുന്നായിട്ട് ചാൻസ് കൊടുത്തു. അങ്ങനെ ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു വൺ ക്വസ്റ്റ്യൻ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് കൺസേൺ വിച്ച് വാസ് ആസ്ക്ഡ് ബൈ എ സ്റ്റുഡൻറ്റ്. ഇതിൽ 12 കുട്ടികൾക്ക് ഞാൻ ചാൻസ് കൊടുത്തപ്പോൾ അതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനെ പറ്റിയിട്ടാണ് ഡോക്ടർ അബ്ദുൽ കലാം സാറ് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യണം. എന്താണ് ചിൽഡ്രൻ? അത് ഇമ്പോർട്ടൻ്റ് ആൻസറാണ്. ദ ക്വസ്റ്റ്യൻ വാസ് ഫ്രം എ ടീനേജർ ഹു ഹാഡ് കം ഫ്രം എ ഫാർ അവേ വില്ലേജ്. ഒരു ദൂര വില്ലേജിൽ നിന്നും വന്നിട്ടുള്ള ഒരു ടീനേജറാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആ ക്വസ്റ്റ്യൻ വന്നിട്ട് ഹി വാസ് നെർവസ് ആൻഡ് എ ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് യൂത്ത് ഓഫ് ഇന്ത്യ. കുറച്ച് പേടിയുള്ള കുട്ടിയാണ്. ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇന്ത്യ, ശരിക്കും ഒരു ഇന്ത്യയിൽ കാണുന്ന ഇപ്പോഴത്തെ ഒരു യൂത്ത് കുറച്ച് പേടിയുള്ള രൂപത്തിലാണ് അവൻ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കണം. ഹി വാസ് എ നെർവസ് ആൻഡ് എ ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് യൂത്ത് ഓഫ് ഇന്ത്യ. നെർവസ് ആണ്, ടെൻഷൻ ഉണ്ട് ആൾക്ക്. ഒപ്പം തന്നെ ഇപ്പോഴത്തെ യൂത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരനാണ് ആ കുട്ടി. ദ ബോയ് ബിഗാൻ സ്പീക്കിംഗ്. കുട്ടി ചോദിച്ചു. ഈ ക്വസ്റ്റ്യൻ മക്കൾ ഇങ്ങനെ തന്നെ മഗപ്പ് ചെയ്യണം, പഠിക്കണം, ബൈ ഹാർട്ട് ചെയ്യണം. സർ, ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ആസ്ക്. സർ, എനിക്ക് അറിയില്ല ഞാൻ എന്താ ചോദിക്കേണ്ടതെന്നുള്ളത്. ഐ ആം നെർവസ്, എനിക്ക് പേടിയുണ്ട്. ഐ ഹാവ് നോട്ട് ആസ്ക്ഡ് എനി ക്വസ്റ്റ്യൻ ഇൻ മൈ ക്ലാസ്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ പോലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ്. എനിക്ക് ധൈര്യം വരണം. ബട്ട് ഐ ഹാവ് നോട്ട് ഗെയിൻഡ് എനി കോൺഫിഡൻസ്. പക്ഷെ ഞാൻ ഇതുവരെ എനിക്ക് ആ മനോധൈര്യം എനിക്ക് കിട്ടിയിട്ടില്ല. ത്രൂ മൈ എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ഓൾ ദീസ് ഇയേഴ്സ്. അപ്പോൾ എനിക്ക് വിദ്യാഭ്യാസത്തിലൂടെ കിട്ടേണ്ടതാണ് ആ ധൈര്യം. അതെനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഐ എം അഫ്രേഡ് ടു ടോക്ക് ടു മൈ ടീച്ചേഴ്സ്. എനിക്ക് എൻ്റെ ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ പേടിയുണ്ട്. ഐ എം അഫ്രേഡ് ടു ടോക്ക് ടു മൈ ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ എനിക്ക് പേടിയുണ്ട്. വെൻ എവർ ഐ ടോക്ക് ഐ കമ്പയർ ദെംസെൽസ് വിത്ത് അതർ സ്റ്റുഡൻസ് ആൻഡ് ദിയർ എലഗൻറ്റ് ഡ്രസ്. എപ്പോൾ സംസാരിച്ചാലും എനിക്ക് മറ്റു കുട്ടികളുടെ വസ്ത്രങ്ങളും മറ്റു കുട്ടികളെയും പറ്റി കമ്പയർ ചെയ്യാനുള്ളൂ, വേറൊന്നും എനിക്ക് സംസാരിക്കാനില്ല. പ്ലീസ് ടെൽ മീ, ഐ വോണ്ട് ടു ബിക്കം എ മെറൈൻ എഞ്ചിനീയർ. എനിക്ക് എന്താവണം? സർ, എനിക്ക് മെറൈൻ എഞ്ചിനീയർ ആവണം. എനിക്ക് ഷിപ്പിൽ ട്രാവൽ ചെയ്യണം. എനിക്ക് ക്യാപ്റ്റൻ ആവണം. ഐ വോണ്ട് ടു ബിൽഡ് ദ ഷിപ്പ് ഓഫ് ദ എൻജിൻ ഓഫ് ദ ഷിപ്പ്. എനിക്ക് ഷിപ്പിൻ്റെ എൻജിൻ ഉണ്ടാക്കണം. എന്തൊക്കെയാണ്? ഐ എം അഫ്രേഡ് ടു ടോക്ക് ടു മൈ ഫ്രണ്ട്സ്.
Whenever I talk, I compare themselves with the other students and their elegant dress. I want to become the marine engineer. I want to travel in a ship. എനിക്ക് ഷിപ്പിൽ ട്രാവൽ ചെയ്യണം, യാത്ര ചെയ്യണം. I want to be the captain of the ship. ഞാൻ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ ആവണം സർ. I want to build the engine of the ship. എനിക്ക് ഷിപ്പിൻ്റെ എൻജിൻ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. Shall I be able to do all these, sir? How can I achieve this mission? What should I do? സർ എനിക്കിതൊക്കെ നേടിയെടുക്കാൻ പറ്റുമോ? ഞാനിതിനെന്താ ചെയ്യേണ്ടത്? എങ്ങനെ എൻ്റെ മിഷൻ, ഞാനിത് സക്സസ്ഫുൾ ആവുമോ? എങ്ങനെ എൻ്റെ മിഷനിലേക്ക് ഞാൻ എത്തിച്ചേരുക? വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്താ ചെയ്യേണ്ടത്? വെൻ ദ ബോയ് കംപ്ലീറ്റഡ് ദ ക്വസ്റ്റ്യൻ, ദ എൻറ്റയർ ഓഡിയൻസ് ആൻഡ് ദ ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ്, including the chief minister, were looking at me, wondering what Kalam was going to say to the sincere question of the young village boy. ഈ യങ് വില്ലേജ്, ചെറുപ്പക്കാരനായിട്ടുള്ള വില്ലേജിൽ നിന്ന് വന്നിട്ടുള്ള ഈ ബോയിന് എന്തുത്തരമാണ് കലാം കൊടുക്കാൻ പോകണമെന്നുള്ളത് ആ ഡയസ് വെച്ച പ്രസംഗവേദിയിലിരിക്കുന്ന ചീഫ് മിനിസ്റ്ററും ബാക്കി എല്ലാ ആൾക്കാരും കലാമിൻ്റെ മുഖത്തിലേക്ക് നോക്കി. ഐ തോട്ട് ഓഫ് ഇറ്റ് ആൻഡ് ബ്രേക്കിംഗ് ദ സൈലൻസ് ഐ സെഡ്, ഞാൻ ഒരു നിമിഷം ചിന്തിച്ചിട്ട് അവിടെ ആകെ ശാന്തരായി. ഇനി എന്താ അബ്ദുൽ കലാം സർ പറയാൻ പോകണം നോക്കിയിട്ട്. മൈ ഫ്രണ്ട്, യു ഹാവ് പുട്ട് മോസ്റ്റ് ഓഫ് ദ ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ among the many questions that I have received from millions and millions of students whom I have met. ഞാൻ ഇതുവരെ മില്യൺസ് ഓഫ് സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റൻ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഐ വാല്യൂ യുവർ ക്വസ്റ്റൻ. ഞാൻ ഈ ക്വസ്റ്റന് വില കൽപ്പിക്കുന്നു. ഐ നോ യു ആർ എക്കോയിങ് ദ ഫിയർ ഓഫ് മെനി. നിൻ്റെ ഈ ചോദ്യം കുറേ കുട്ടികൾക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് എക്കോ ചെയ്യുന്നു പറയണം. ദ ഫിയർ ഓഫ് മെനി, കുറേ കുട്ടികളുടെ പേടി തന്നെയാണ് നീ ഇവിടെ വിളിച്ചറിയിച്ചിരിക്കുന്നത്. കുറേ കുട്ടികൾക്കും നിന്നെ പോലെ ചിന്ത ഉണ്ട്. ലെറ്റ് മീ റിസൈറ്റ് എ ബ്യൂട്ടിഫുൾ ഏൻഷ്യൻറ്റ് പോയം നെയിംഡ് ഐ വിൽ ഫ്ലൈ. മക്കളെ ഇതും പഠിക്കണം. ഐ വിൽ ഫ്ലൈ എന്നുള്ള പോയം ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ഐ എം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, ഐ എം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്. ഞാൻ കഴിവുകളോടുകൂടി ജനിച്ചിരിക്കണം. എനിക്ക് കുറേ നന്മകളുണ്ട്, വിശ്വാസമുണ്ട്, ഐഡിയാസ് ഉണ്ട്, ഡ്രീംസ് ഉണ്ട്, എന്നിൽ മഹത്വമുണ്ട്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഐ എം ബോൺ വിത്ത് വിങ്സ്. നമ്മൾ ഓരോരുത്തരും ചിറകുകളോട് കൂടിയിട്ടാണ് ജനിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും കഴിവുണ്ട്. ഐ എം നോട്ട് മെൻറ്റ് ഫോർ ക്രോളിങ്. ഞാൻ മുട്ടിലെഴേണ്ട ആളല്ല. ഐ ഹാവ് വിങ്സ്. ഞാൻ ചിറകുകളുള്ള ആളാണ്, കഴിവുകളുള്ള ആളാണ്. ഐ വിൽ ഫ്ലൈ, ഐ വിൽ ഫ്ലൈ, ഐ വിൽ ഫ്ലൈ. ഞാൻ ഉറപ്പായിട്ടും പറക്കും, ഞാൻ ഉറപ്പായിട്ടും പറക്കും. അങ്ങനെ വിൽ ഫ്ലൈ എന്ന് ഉറപ്പിച്ച് പറയണം. എന്നിട്ട് ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മളോട് പറയുന്നുണ്ട്, മക്കളെ ആദ്യം ചോദിച്ചുള്ള ക്വസ്റ്റൻ എന്താണെന്നുള്ളതും ഏത് പരിപാടി സമയത്താണ് അബ്ദുൽ കലാം സർ വന്നത്, അബ്ദുൽ കലാം സർ എത്ര ആൾക്കാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതിൽ എത്ര കുട്ടികളായിരുന്നു ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, പിന്നെ മിക്സഡ് ആൾക്കാരായിരുന്നു. ഒരു കുട്ടിയെ ഞാൻ എൻജിനീയറോ ഡോക്ടറാക്കി കഴിഞ്ഞാൽ ഒരു ഫാമിലി രക്ഷപ്പെടുന്ന കലാം സർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ കലാം സാറ് എന്ത് ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കണം പറയുന്നുണ്ട്. പിന്നെ കുട്ടി എന്ത് ക്വസ്റ്റനാണ് കുട്ടി ചോദിക്കണം. അതിനുശേഷം അബ്ദുൽ കലാം സാർ എന്ത് പദ്യമാണ് റിസൈറ്റ് ചെയ്ത് ഇനി പറയുന്നത് എങ്ങനെയാണ് നമ്മളായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും സിനിമ സ്റ്റാർസിനെയും അവരവരെയൊക്കെ കണ്ടിട്ട് അതാവണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ സക്സസ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മളായി ചെയ്യുമ്പോഴാണ്. ദാറ്റ് ഈസ്, യങ് ഫ്രണ്ട്സ്, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു ഹൗ യു ക്യാൻ ബി യുണീക്ക്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളായിരിക്കുന്നത് എങ്ങനെയാണ്. I have so far met 15 million youth in a decade's time. ഈ ഡെക്കേഡ് 10 കൊല്ലത്തിൻ്റെ ഇടയിൽ ഞാൻ മില്യൺസ് ഓഫ് യൂത്തിനെ കണ്ടിട്ടുണ്ട്. ഞാൻ പഠിച്ചു, എവ്രി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്. ഓരോ കുട്ടികളും അവനോനായിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ദാറ്റ് ഈസ് യു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളായിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ബട്ട് ദ വേൾഡ് അറൗണ്ട് യു ഈസ് ഡൂയിങ് ദ ബെസ്റ്റ് ഡേ ആൻഡ് നൈറ്റ് ടു മേക്ക് യു ജസ്റ്റ് എവ്രിബഡി എൽസ്. പക്ഷേ എല്ലാവരും നിങ്ങളെ മറ്റുള്ളവരായി കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് പ്രയത്നിക്കുന്നത്. അതായത്, in your home, dear young fellows, you are asked to be your parents like neighbors' children for scoring good marks. വീട്ടിലാണെങ്കിലോ അടുത്ത വീട്ടിലെ കുട്ടിക്ക് നല്ല മാർക്കുണ്ട്, നിനക്കെന്താ ഇല്ല എന്ന് പറയണു. സ്കൂളിലാണെങ്കിലോ ടീച്ചേഴ്സ് പറയണു 5 റാങ്ക് വരെ വാങ്ങിയിട്ടുള്ള കുട്ടികളുണ്ട്, നിനക്കും അതിലത്തെ ഏതെങ്കിലും ഒരു കുട്ടി ആയിക്കൂടെ. അതുപോലെ എന്താവാത്ത പാരൻസും ടീച്ചേഴ്സും മാറി എക്സാമ്പിൾ പറഞ്ഞ് നമ്മളെ കമ്പയർ ചെയ്യണു. പക്ഷേ യു ഹാവ് ടു ബി സംബഡി എൽസ് ഓർ എവ്രിബഡി എൽസ്. എല്ലാവർക്കും പാരൻസിനും ടീച്ചേഴ്സിനും നീ അവനെപ്പോലെ അവളെപ്പോലെ എന്താവാത്ത ചോദിക്കണം. പക്ഷെ ഡിയർ യങ് ഫ്രണ്ട്സ്, ഈസ് ദാറ്റ് യു ഹാവ് ടു ഫൈറ്റ് ദ ഹാർഡസ്റ്റ് ബാറ്റിൽ വിച്ച് എനി ഹ്യൂമൻ ബീയിങ് ക്യാൻ നെവർ ഇമാജിൻ. ഒരു മനുഷ്യനും സങ്കല്പിക്കാൻ പറ്റാത്തതാണ് ഈ സ്ട്രഗിൾ. അതായത് നീയായിരിക്കുക എന്നുള്ളത്. ആൻഡ് നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ്. നീ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. അൺടിൽ യു അറൈവ് അറ്റ് യുവർ ഡെസ്റ്റിനേഷൻ പ്ലേസ്. നീ ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥാനത്ത് കയറി ചെല്ലുന്നവരെ, എത്തിപ്പെടുന്നവരെ നീ ഒരിക്കലും തോൽവി സമ്മതിക്കരുത്. ദാറ്റ് ഈസ് എ യുണീക്ക് യു. നീയായി തന്നെ
ജയിച്ച് കാണണം എന്നാണ് അബ്ദുൽ കലാം സാറ് പറയുന്നത്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് പഠിക്കണം. പോയട്രി പഠിക്കണം. എന്തുകൊണ്ട് യുണീക്ക് യു? ടീച്ചേഴ്സും പാരൻസൊക്കെ നമ്മളെ കമ്പയർ ചെയ്യും, കമ്പൽ ചെയ്യും, നീ അവനെ പോലെയാവുക അവളെ പോലെയാവുക എന്നുള്ളത്. അപ്പോൾ അബ്ദുൽ കലാം സാർ പറയുന്നു അത് ഹാർഡസ്റ്റ് ബാറ്റിലാണ്, നീയായി ജീവിച്ച് കാണിച്ച് ഉയർന്ന് സക്സസ്ഫുള്ളിക്ക് വരണം എന്നുള്ളതും പഠിക്കും. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്? അബ്ദുൽ കലാം സാർ എന്ത് ക്വസ്റ്റ്യനാണ്, എവിടെയാണ് പരിപാടി നടത്തുന്നത്, എന്താണ് അബ്ദുൽ കലാം സാർ വന്നിട്ടുള്ള പ്രോഗ്രാം, എന്ത് ഇനോഗ്രേഷൻ പ്രോഗ്രാമാണ്, പിന്നെ അബ്ദുൽ കലാം സാർ പറയുന്ന ഏത് ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കണം എന്നുള്ളത്, ടീനേജറുടെ ക്വസ്റ്റ്യൻ, അബ്ദുൽ കലാം സാറുടെ പോയട്രി റെസിറ്റേഷൻ, പിന്നെ അബ്ദുൽ കലാം സാർ യുണീക്ക് യു ആവണം പറയുന്നു. പക്ഷേ അതേസമയം പാരൻസും ടീച്ചേഴ്സും നിങ്ങളെ വേറെ ആൾക്കാരാവാത്ത എന്താണെന്ന് കമ്പൽ ചെയ്യണു അല്ലേ. ഇത് മുഴുവൻ പഠിച്ചാലും നല്ലതാണ്, മാർക്ക് ഫുൾ